മദീനയിലെ മുതലാളിയായ ഒരാൾ മഹദിയായ റുമൈസ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നു. ആ മുതലാളിയുടെ പേരാണ് അബൂ തുൽഹ റളിയല്ലാഹു തആല അൻ. മദീനയിലെ മുതലാളിയാണ് റുമൈസ ബീവി റളിയല്ലാഹു അൻഹ. നല്ല തറവാടുള്ള സൗന്ദര്യമുള്ള വിധവയായ പെണ്ണാണിപ്പോ. മഹദിയെ വിവാഹം ചെയ്യാൻ വേണ്ടി അറേബ്യയിലെ പ്രമുഖന്മാർ ആലോചിക്കുന്നുണ്ട്. അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു വന്ന് ചോദിച്ചു, റുമൈസ ഉമ്മു സുലൈം, നിങ്ങൾ ഒറ്റക്കാണല്ലേ, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തോട്ടെ എന്ന് മഹദി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. മഹദിയോട് ചോദിക്കുന്നു. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂ തുൽഹ, എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല. അതിനൊരു തടസ്സമുണ്ട്. ചോദിച്ചു, എന്താണ് തടസ്സം? ഉമ്മു സുലൈമേ, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് സ്വർണവും വെള്ളിയും ആഭരണം നൽകാം മഹറായിട്ട്. പിന്നെ എന്താ നിങ്ങൾക്ക് തടസ്സം? അല്ലല്ല, അതൊന്നുമല്ല, ഞാനൊരു മുസ്ലിമത്താണ്, നിങ്ങൾ കാഫിറുമാണ്, അവിശ്വാസിയാണ്. ഒരു മുസ്ലിമിനെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് എല്ലാവിധ ബഹുമാനത്തോടും കൂടെ സ്നേഹത്തോടെ ഞാൻ ഈ വിവാഹത്തിന്റെ പ്രപ്പോസൽ നിരസിക്കുകയാണ്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അല്ല, അബൂ തുൽഹ തങ്ങൾ പറഞ്ഞു, റുമൈസ, എന്റെ സമ്പത്ത് കൊണ്ടത് പരിഹരിച്ചുകൂടെ? പറ്റില്ല അബൂ തുൽഹ, ഇസ്ലാം സ്വീകരിക്കാതെ മുസ്ലിമായ ഒരാളെ അല്ലാതെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ ഞാൻ അത് ചെയ്യുന്ന നമ്മൾ തമ്മിലുണ്ടാകുന്ന ശാരീരിക ബന്ധങ്ങളോ കാണുന്നത് പോലും വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ കടുത്തതാണ്. കാനത് ഫാഹിഷതൻ വസാഅ സബീലാ, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്തതാണ്. അതുകൊണ്ട് അത് പറ്റില്ല. റുമൈസ, നിങ്ങൾക്ക് എന്ത് വേണോ ഈ ലോകത്ത് ഞാൻ അത് തരാം, എനിക്കതൊന്നും വേണ്ട. അബൂ തുൽഹ, നിങ്ങൾ ആരാധിക്കുന്നത് ബിംബമല്ലേ? അമാ തസ്തഹിയ അബാ തുൽഹ. ഒരു പെൺകുട്ടി പറയുന്ന മറുപടിയാണിത്. നമ്മുടെ പെൺമക്കൾ ഇത് ആലോചിക്കണം. സ്നേഹവും പ്രേമവും നടിച്ചു വരുന്ന ആളുകളെ കണ്ണും കാതും നോക്കാതെ സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹ പരിലാലനകൾ കിട്ടിയ വർഷങ്ങളുടെ സ്നേഹസ്പർശങ്ങൾ നോക്കാതെ കണ്ടവരുടെ കൂടെ ഇറങ്ങിയോടുന്ന മക്കൾ റുമൈസ ബീവിയെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ. റുമൈസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂ തുൽഹ, നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? അൻ തഅബുദ ഖശബതൻ, ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബിംബത്തെയല്ലേ നിങ്ങൾ ആരാധിക്കുന്നത്? നബതത് മിനൽ അർളി, ഭൂമിയിൽ നിന്നുണ്ടായ ഒരു മരം. സുമ്മ നഹതഹാ ഹബ്ശിയു ബനി ഫുലാൻ, എന്നിട്ട് എത്യോപ്യക്കാരനായ ഏതോ ആശാരി ഏതോ ദൈവത്തിന്റെ രൂപം കുത്തിവെച്ച് നിങ്ങളുടെ മുമ്പിൽ മൂർത്തിയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അബൂ തുൽഹ, അത് ആരാധിക്കുന്ന നിങ്ങൾക്ക് നാണമില്ലേ? കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത എന്നാൽ കണ്ണുകളെ പടച്ചവനായ അനന്തമായ ലോകത്തിന്റെ സൃഷ്ടാവ്, കണ്ണുകൾക്ക് വിഷയീഭവിക്കാത്ത എന്നാൽ കണ്ണുകളെ മനസ്സുകളെ നിയന്ത്രിക്കുന്നവനായ അല്ലാഹു, അവനെയല്ലേ പ്രവാചകന്മാർ പരിചയപ്പെടുത്തിയത്? അവനെയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയത്? നമ്മുടെ നാട്ടിൽ ഇസ്മാഈൽ അലൈഹിസ്സലാം ആ അല്ലാഹുവിനെയല്ലേ പരിചയപ്പെടുത്തിയത്? ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. അബൂ തുൽഹക്ക് മതം വിടാൻ കഴിയില്ല. അബൂ തുൽഹ പറഞ്ഞു, ഞാൻ ആ ബിംബത്തെ പൂജിച്ചു നിൽക്കാം, എന്നാലും നിങ്ങൾക്ക് ഞാൻ മഹർ തന്നാൽ പോരെ? എന്റെ മഹർ സ്വർണമല്ല. നിങ്ങൾക്ക് എനിക്ക് മഹർ തരാൻ കഴിയുമെങ്കിൽ ഞാനൊരു ഡിമാൻഡ് ചെയ്യാം, നിങ്ങളുടെ മഹർ ഇസ്ലാമായിരിക്കണം. നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നവരായിരിക്കണം. നിങ്ങൾ മനുഷ്യന്റെ അടിമയാവരുത്, സൃഷ്ടികളുടെ അടിമയാവരുത്, സൃഷ്ടാവിന്റെ അടിമയാകണം. അങ്ങനെ മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു കാര്യം ബോധിക്കുകയും ദിവസങ്ങളെടുത്തു. പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പഠിച്ചു. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ബീവിയോട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതൊരു പ്രേമത്തെ ചൊല്ലിയുള്ള വിശ്വാസമല്ല,
ഇത് വെറുതെ ഒരു പ്രേമം നടിച്ച് വിവാഹത്തിന് വേണ്ടിയുള്ള ഇസ്ലാം ആശ്ലേഷണമല്ല. അള്ളാഹുവിനെ പറ്റി പഠിച്ചു വന്ന ആളാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. എങ്ങനെ മനസ്സിലാവും? വഴിയെ അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടു നോക്കൂ. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ മഹദിയായ ഉമ്മു സുലൈം എന്ന തറവാടുള്ള അതീവ സുന്ദരിയായിരുന്ന മഹദി വിവാഹം ചെയ്ത മഹർ ഇസ്ലാമായിരുന്നു. സ്വഹാബിമാർ പറയും, വല്ലാഹി മാ നഅലമു മഹറൻ ഫിൽ ഇസ്ലാമി കാന ഖൈറൻ മിൻ മഹരി ഉമ്മി സുലൈം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മഹറിനോളം ഖൈറായ ഒരു മഹർ മുസ്ലിം ലോകത്ത് നൽകപ്പെട്ടത് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് സ്വഹാബിമാർ. മഹർ തന്നെ ഇസ്ലാമാണ്. എന്റെ ഭർത്താവിന്റെ ഇസ്ലാം മഹറായി വിവാഹം ചെയ്യപ്പെട്ട മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പ്രേമത്തിന്റെ വിശ്വാസമല്ലാതെ ഇത് ലവ് ജിഹാദല്ല. അല്ലാഹുവിന്റെ ഹബീബിനെയും ഇസ്ലാമിനെയും പഠിച്ചുകൊണ്ടുവന്ന വരവാണ്. ഇത് അല്ലാഹുവിനെ പറ്റി പഠിച്ചറിഞ്ഞുകൊണ്ടുള്ള വരവാണ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വരവ്. മഹാനായ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലസൗതു അബീ ത്വൽഹത ഫീ ജൈശിൻ ഖൈറും മിൻ ഫിഅത്തിൻ തുർഇബുൽ അഅദാ. ശത്രുക്കളെ പേടിപ്പിക്കാൻ ഒരു സംഘം ആളുകളുടെ സാന്നിധ്യമാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കൊണ്ട് മാത്രം ഉണ്ടാവുന്നത്. അബൂ ത്വൽഹ തങ്ങളുടെ ശബ്ദം ഒരു സംഘം ആളുകളുടെ സ്ഥാനത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ ഹബീബായ നബി തങ്ങളെയും സ്വഹാബികളെയും കടന്ന് വളഞ്ഞാക്രമിച്ചപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിരുന്നില്ലല്ലോ. ജബലുർ റുമാത്തിന്റെ പർവതത്തിന്റെ പിറകിലൂടെ വന്ന് ഹബീബായ നബി തങ്ങളെ ടാർഗറ്റ് ചെയ്തു വന്നപ്പോ കൂടെയുള്ള സ്വഹാബിമാർ പിന്തിരിഞ്ഞോടിയപ്പോൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ആണ് ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്നത്. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ നിങ്ങൾ എന്റെ നേരെ ബാക്കിൽ നിൽക്കണം. നബിയേ നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്. നബിയേ അങ്ങയുടെ കഴുത്തിന്റെ മുന്നിൽ എന്റെ കഴുത്തുണ്ട്. അങ്ങയുടെ കഴുത്തിലേക്ക് വരുന്ന അമ്പുകൾ എന്റെ കഴുത്തിൽ തറച്ചിട്ടേ നബി അങ്ങേക്ക് വരാവൂ. അങ്ങന്റെ നേരെ പിറകിൽ നിൽക്കണമെന്ന് പറഞ്ഞ് 80ഓളം അമ്പുകൾ ദേഹത്ത് തറച്ച് അനങ്ങാതെ ഹബീബിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്ത സ്വഹാബിയാണ് അബൂ ത്വൽഹ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ത്യാഗം മുഅ്മിനേ? ഹബീബായ നബി തങ്ങളെ സ്വഹാബിമാർ ഒരുപാട് ആളുകൾ പിന്നീട് ഓടി വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, എന്നെ നോക്കല്ലേ, ഇതാ ദൂനകും മഖാകും ഫഖദ് ഔജബ്. നിങ്ങളുടെ കൂട്ടുകാരൻ അബൂ ത്വൽഹയെ നോക്കണേ. അബൂ ത്വൽഹക്ക് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു. അബൂ ത്വൽഹയെ നോക്കണേ, എന്നെ നോക്കണ്ട. ചെന്ന് നോക്കുമ്പോൾ 80ഓളം മുറിവുകളുമായി കിടക്കുകയാണ് ഹബീബിന്റെ സ്വഹാബിയായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ സുന്നത്ത് പിൻപറ്റാൻ വളരെ വളരെ മുന്നോട്ട് വന്ന ഹബീബിനെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് മഹാനായ അബൂ ത്വൽഹ തങ്ങളും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും. ദീനിനോടുള്ള സ്നേഹം ഖന്തഖ് യുദ്ധം നടക്കുമ്പോ ഹബീബായ നബി തങ്ങളും സ്വഹാബിമാരും ഒരു പാട്ട് പാടുമായിരുന്നു. ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, ജീവിതം ഈ ലോകത്തെ ജീവിതത്തിനപ്പുറം ഒരു പരലോകമുണ്ടല്ലോ, അൻസ്വാരികളെയും മുഹാജിറുകളെയും സഹായിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചുകൊണ്ടൊരു പാട്ടുപാടുമായിരുന്നു. ആ ഖന്തഖ് നടക്കുമ്പോ സ്വഹാബിമാരിൽ 10 പേർക്ക് 4 മീറ്റർ കുഴിക്കാനാണ് നബി തങ്ങൾ കൊടുത്തത്. 10 സ്വഹാബിമാർ കൂടി 4 മീറ്റർ സ്ഥാനം കുഴിക്കണം. തങ്ങൾ പറഞ്ഞു, എവിടെയാണ് മണ്ണ് കൊണ്ടുപോയിടേണ്ടത്? ഒരു പൊട്ടിക്കാൻ കഴിയാത്ത പാറ കിട്ടിയാൽ എന്തു ചെയ്യണം? എല്ലാം പറഞ്ഞു കൊടുത്തു. ആ യുദ്ധതന്ത്രം പറഞ്ഞു കൊടുത്തത് പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ശബ്ദം കേൾക്കുന്നു. മഹാനവരുടെ മനസ്സിൽ സങ്കടം വരുന്നു. മഹാൻ പറഞ്ഞു ബീവിയോട്, ഭാര്യയോട്, ഉമ്മു സുലൈം ബീവിയോട്, ഉമ്മു സുലൈമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം വളരെ ദുർബലമാണ്. ഹബീബിന് വിശക്കുന്നുണ്ട്. ഉമ്മു സുലൈം, ഭക്ഷണമുണ്ടോ?
അള്ളാഹുവിന്റെ ഹബീബ് ഭക്ഷണം കഴിക്കാതെ വയറിന് ഭാരം കിട്ടാൻ 2 കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്ന് ഹദീസിലുണ്ടല്ലോ.